നമസ്കാരം. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകം ഉണ്ടാകും. ഇതാണ് ആ പുസ്തകം. എന്തെന്നാൽ വിളിക്കുന്നവർ പറയുന്ന വിഷയങ്ങൾ ഞാൻ ഇതിനകത്ത് നോട്ട് ചെയ്തിടും, മറന്നുപോകും. കാരണം ഒരു ദിവസം 15 പേരുടെ അനുഭവങ്ങളെങ്കിലും ഈ പുസ്തകത്തിനകത്തുണ്ടാകും. എല്ലാം ഒന്നും എഴുതാൻ പറ്റില്ല, ഞാനൊന്ന് നോട്ട് ചെയ്യും. പ്രായം 62 വയസ്സ്, ഡിസംബർ 23-ാം തീയതി തികഞ്ഞ് 63 വയസ്സ് തുടങ്ങും. ഇനിയിപ്പോൾ ഓർമ്മക്കുറവൊക്കെ ചെറിയ പ്രശ്നങ്ങളായിട്ടൊക്കെ വരാം. ഇതുവരെ ഇല്ല. ചെറുപ്പമാണെന്ന് പറഞ്ഞ് കൂടുതൽ കാലം നമുക്ക് ഓടാൻ പറ്റണമെന്ന് അറിയത്തില്ല. 62, 26 എന്ന് പറഞ്ഞാണ് ഞാൻ ജീവിക്കണം. വണ്ടിയൊക്കെ ഓടിച്ച് എവിടെ എവിടെയെങ്കിലും പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ വന്നതിൻ്റെ ഒരു കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോൾ 4-5 നോവൽ പുതുതായിട്ട് ഇറങ്ങുന്നുണ്ട് എൻ്റെ ഈ മാസം. ഞാൻ ഡിസംബർ മാസത്തിൽ ഇറങ്ങും. 50 പുസ്തകം ഇറങ്ങും. 50ാമത്തെ പുസ്തകമാണ്. അപ്പോൾ ഞാൻ ഈ പഴയ പുസ്തകങ്ങൾ തപ്പിയതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു പഴയ ഡയറി കിട്ടി. ഞാനിങ്ങനെ എഴുതിയിട്ടൊരു പുസ്തകമാണ്. അതിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ ഓടിച്ചു നോക്കിയപ്പോൾ അതിലെ വിചിത്രമായ ഒരു അനുഭവം എൻ്റെ മുമ്പിൽ പെട്ടു. കഥ, സംഭവം വളരെ ഭീകരമായിട്ടുള്ളൊരു അനുഭവമാണ്. തോമസ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന മുംബൈയിൽ നിന്ന് വന്ന ഒരാൾ എന്നെ വിളിക്കുന്നു. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കാത്ത എന്തൊക്കെ കാരണങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞതൊന്നും ഞാൻ അങ്ങോട്ട് ഉൾക്കൊണ്ടില്ല, എടുക്കാത്തതിന് കാരണം ഞാൻ ചോദിച്ചു, താങ്കൾക്ക് സ്ത്രീ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഇതുവരെ ഞാൻ സ്ത്രീകളുമായിട്ടൊരു ബന്ധമില്ല. നമുക്ക് മനസ്സിലാവുമല്ലോ. പുരുഷൻ സ്പർശിക്കാത്ത സ്ത്രീയും സ്ത്രീയെ സ്പർശിക്കാത്ത പുരുഷനെ എനിക്ക് മനസ്സിലാവും. അത് ലക്ഷണശാസ്ത്രത്തിലുള്ളതാണ്. ചില സ്ത്രീകൾ പറയും, ഞാൻ ചില സ്ത്രീകളോട് ചോദിക്കും ലക്ഷണത്തിൽ വരുമ്പം, നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ തമ്മിൽ ശാരീരികമായ ബന്ധം ഇല്ല സ്വാമി, അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല, ഞാൻ പിന്നെ ഒന്ന് സ്പർശിച്ചിട്ട് പോലും ഇല്ല. ഇല്ല സ്വാമി. അപ്പോൾ നമ്മളങ്ങ് വിട്ടുകൊടുക്കും. ഇനിയിപ്പം നമ്മൾ തർക്കിച്ച് ഇതെവിടെയാണ് എന്താണെന്നും പറയേണ്ട കാര്യമില്ല. അതിനുള്ള ഊർജ്ജം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇല്ല, പൊക്കോട്ടെ. പക്ഷേ വിഷയം നമുക്കിവിടെ മനസ്സിലാവും. അപ്പോൾ ഈ തോമസ് സെബാസ്റ്റ്യൻ കോട്ടയത്തുകാരനാണ്. സെബാസ്റ്റ്യൻ്റെ പ്രശ്നം, കുറച്ച് വസ്തു ഉണ്ട് വിൽക്കാൻ. മുംബൈയിലായിരുന്നു, ഇൻഷുറൻസ് കമ്പനിയിൽ അങ്ങണ്ടായിരുന്നു എന്നാണ് പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. ഞാൻ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അന്ന് ഞാൻ ഈ മുറിപ്പാലത്തടിയിൽ തുടങ്ങിയിട്ടില്ല, ചാലക്കുടിയിലാണ്. അവിടെ ഇങ്ങനെ ഒരു ചെറിയ ഓഫീസൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അന്നൊരു ജീവിതമാർഗമൊക്കെ ആയിട്ടാണ് കരുതുന്നത്. അന്ന് ഞാൻ തരുന്ന ദക്ഷിണയൊക്കെ സ്വീകരിച്ചു. ഇപ്പോഴാണ് ഇങ്ങനെ ഉള്ളത്. അങ്ങനെ അപ്പോൾ തോമസ് സെബാസ്റ്റ്യൻ എന്നോട് പറഞ്ഞു, സ്വാമി, എൻ്റെ സ്ഥലം ഇന്ന സ്ഥലത്താണ്, എനിക്ക് ആ സ്ഥലം ഒന്ന് വിൽക്കണം, എന്നിട്ട് എനിക്കൊരു വിവാഹം കഴിക്കണം എന്നുണ്ട്. അങ്ങനെ ഒരു യോഗമുണ്ടോ? ഞാൻ പറഞ്ഞു, വിവാഹയോഗം കഴിഞ്ഞതായിട്ടാണ് ലക്ഷണം. അതെങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ വിവാഹയോഗം കഴിഞ്ഞു, ഒരു വിവാഹം കഴിഞ്ഞതാണ് ലക്ഷണം. ഒന്നുകിൽ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധമുണ്ടാകും. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഇല്ല സ്വാമി. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെറിയ വിഷയങ്ങളൊക്കെ പറയും. ഞാൻ പറഞ്ഞു, ഇത്ര വലിയ ഹൈറ്റില്ലാത്ത ഇന്ന രൂപത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു സ്ത്രീ. അപ്പോൾ പുള്ളിയുടെ മുഖം വളരണം നമുക്കറിയാം. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ പൂർവ്വജന്മമാവും. അത് ചിലപ്പോൾ അങ്ങനെ ആവും. ഞാൻ പറഞ്ഞു, പൂർവ്വജന്മമാകാം. ആ സ്ത്രീയുടെ ഒരു ശാപം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. ഈ ശാപം അങ്ങനെ ഉണ്ടാകാൻ ഞാൻ അങ്ങനെ എന്ന് ഞാൻ പറഞ്ഞു, മിസ്റ്റർ തോമസ് സെബാസ്റ്റ്യൻ, നിങ്ങളെ സ്ത്രീ ഉപേക്ഷിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ ഇതിനകത്ത് പ്രശ്നമില്ല. ഇപ്പം നമുക്കൊരു സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടാവാമല്ലോ, എല്ലാ ആൾക്കാർക്കും ബന്ധം ഉണ്ടാവും. പരിശുദ്ധനായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. അങ്ങനൊരു ബന്ധമുണ്ടായാൽ, ആ ബന്ധത്തിൽ ആ സ്ത്രീ നിങ്ങളെ ചതിച്ചിട്ട് പോയാൽ, ആ സ്ത്രീ നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അതേസമയം നിങ്ങൾ ആ സ്ത്രീയെ പ്രലോഭിപ്പിച്ച് വഞ്ചിച്ചാൽ പ്രശ്നമുണ്ട്. ഇവിടെ ഒരു സ്ത്രീയുടെ പ്രേതാത്മാവുണ്ട് നിങ്ങൾക്കൊപ്പം. അപ്പം പുള്ളി അങ്ങനെ ഒരു പെണ്ണ് ഭയങ്കര ആലോചനയൊക്കെയായി, ഭയങ്കര ആലോചനയും. ഞാൻ പറഞ്ഞു, ഒന്ന് ആലോചിച്ച് നോക്കും, എങ്ങനെയെങ്കിലും ഉണ്ടല്ലോ. അല്ല, ഇനി പൂർവ്വജന്മമാണെങ്കിൽ നമുക്ക് എന്താ പരിഹാരം? ഞാൻ ചോദിച്ചു, ഒരിക്കലും തോമസ് സെബാസ്റ്റ്യൻ, നിങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുന്ന ആളല്ലേ? ഞാൻ അവിടെ ഇരിക്കുന്ന ബൈബിൾ, എൻ്റെ എപ്പോഴും ബൈബിൾ കാണും. ഞാൻ അതെടുത്ത് കൊടുത്തു.
നിങ്ങളൊന്ന് വായിക്കും. എൻ്റെ വന്ന ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും അറിയാം. ഞാൻ എടുത്ത് കൊടുത്തിട്ട് വായിച്ചോളൂ, നിങ്ങൾ ഇത്രാമത്തെ വരി എടുത്ത് ഇത്രാമത്താണ്, ആ വരി ഒന്ന് വായിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങളെ വിരൽ പിടിപ്പിച്ച് അങ്ങനെ ഇത്രാമത്തെ വരി വായിക്കൂ. കൃത്യമായിരിക്കും, വന്നിട്ടുള്ളവർക്കറിയാം. അപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ, അവർക്കുള്ള ഇത് പുള്ളി ഞെട്ടിപ്പോയി അത് കേട്ടപ്പോൾ. ഞാൻ പറഞ്ഞു, താങ്കളെ ഒരു സ്ത്രീ പിന്തുടരുന്നുണ്ട്, അത് പ്രേതാത്മാവാണ്, താങ്കൾക്ക് ഒരു അപകടത്തിനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തോമസ് സെബാസ്റ്റ്യൻ എന്താണ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇവിടെ പുള്ളി വേർക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങോട്ടിരുന്നോളൂ, കുറച്ച് കഴിഞ്ഞെടുക്കാം, ആലോചിച്ചിട്ട് മതി. ഇതിന് പരിഹാരം ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ എനിക്ക് ഈ വൈകുന്നേരം പറ്റില്ല, ഇറങ്ങാൻ പോരുന്നത് അവസാനം വന്നേ നമ്മുടെ ഈ ചാലക്കുടി ഓഫീസിൽ. എന്തായാലും തോമസ് സെബാസ്റ്റ്യൻ ദക്ഷിണ പോലും തരാൻ മറന്നുപോയി. അന്ന് ഞാൻ ചെറിയ ദക്ഷിണയൊക്കെ വാങ്ങിക്കും, വേറെ ജീവിതമാർഗ്ഗമില്ലല്ലോ. അപ്പോൾ പിന്നെ രാത്രി എന്നെ വിളിച്ചു, സ്വാമി നിങ്ങളെ ഞാൻ സമ്മതിച്ച്. ഞാൻ പറഞ്ഞു, ആ ശരി, എന്താണ് വിളിച്ചു. എനിക്ക് വളരെ ചെറുപ്പത്തിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അതിന് കുഴപ്പമില്ല, ബന്ധമൊക്കെ ഉണ്ടാവുമല്ലോ, ആണാണ് പെണ്ണാണ് ഇതൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഒരു സ്ത്രീ ബന്ധം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അയാൾ മോശക്കാരനാണെന്ന് ഞാൻ പറയില്ല. ഇതിനകത്ത് വഞ്ചനയും ചതിയൊക്കെ ഉള്ളപ്പോൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പ്രശ്നം. ഇപ്പം ചില സ്ത്രീകൾ പുരുഷനെ വശീകരിച്ച് അവൻ്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനായിട്ട് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പിന്നെ നിരന്തരം അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പെണ്ണുങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളെൻ്റെ കപട സന്യാസിയുടെ ആത്മകഥ വായിച്ചാൽ ഞാൻ ഇതിനകത്ത് കുറേ പെണ്ണുങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, കുറേ സ്ത്രീകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് വായിക്കേണ്ട പുസ്തകമാണ്. ഈ വഞ്ചിക്കപ്പെടുന്ന പുരുഷനും വഞ്ചനയ്ക്ക് വിധേയമാകുന്ന സ്ത്രീകളെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊന്നുമല്ലാത്ത സ്ത്രീകളെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കപട സന്യാസിയുടെ ആത്മകഥ ഒരു 5-6 പതിപ്പായി ജീവിതം തുറന്നെഴുതിയ ഒരു പുസ്തകമാണ്. അതിനകത്ത് എൻ്റെ തെറ്റുകളാണെന്ന് മുഴുവൻ. നമ്മുടെ തെറ്റുകൾ, ആ തെറ്റുകൾ ശരികളാണെന്ന് നമുക്ക് ബോധ്യപ്പെടണം. നമുക്ക് ബോധ്യപ്പെടുന്ന കാലത്തിന് ബോധ്യപ്പെടണം. അത് വായനയ്ക്ക് ബോധ്യപ്പെടുമ്പോഴാണ് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് വിചാരിച്ച് അങ്ങനെ പുസ്തകം എഴുതിയത്. ഒരു കപട സന്യാസിയുടെ ആത്മകഥ. ആ പുസ്തകത്തിനകത്ത് ഞാൻ വലിയ പുസ്തകമാണ്. അതിനകത്ത് ജീവിതം ഞാൻ കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതും ഒക്കെ എഴുതിയിട്ടുണ്ട്. നോവുകടൽ എന്നൊരു പുസ്തകം, മജ്ജയും മാംസവും പിന്നെ ഹിമാലയം, 3 പുസ്തകമാണ്. ആ പുസ്തകം ഒരുമിച്ച് വായിച്ചാൽ ഒരു മനുഷ്യൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ആയിത്തീരും, എന്തായിത്തീരും എന്നൊക്കെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കപട സന്യാസിയുടെ ആത്മകഥ, അന്ന് കൈരളി ബുക്സ് ഇറക്കിയിട്ടുണ്ട്, കൈരളി ബുക്സ് കിട്ടിയൊരു ബുക്ക് നിങ്ങളൊന്ന് വായിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്നെ വിളിക്കാൻ പറഞ്ഞു. അന്ന് നോവുകടൽ ഇറങ്ങിയിട്ടില്ല. അയാളത് വായിച്ചു. അയാൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈ തോമസ് സെബാസ്റ്റ്യനെ മറക്കാൻ ശ്രമിച്ചിട്ടും ഇയാൾ പിടിപെട്ടിരിക്കുന്ന എന്തോ ഒന്ന് എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. കാരണം പ്രേതാത്മാക്കൾ, നെഗറ്റീവ് എനർജികൾ സഞ്ചരിക്കുന്ന ആൾക്കാരെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അവരുടെ കണ്ണിൻ്റെ ചലനം കണ്ടാൽ മനസ്സിലാകും. അവരുടെ ഒരു അസ്വസ്ഥത കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത് ഈ വരുന്ന ആൾക്ക് മനസ്സിലാവും. പക്ഷേ ഈ പ്രേതാന്വേഷണം നടത്തുന്നവർക്കും പ്രേത ഗവേഷകർക്കും പ്രേതങ്ങളുടെ പിന്നാലെ പോകണവർക്കും ഒക്കെ പകുതി വട്ടാണ്, നമുക്കൊക്കെ വട്ടാണ്, അതിന് ഭ്രാന്തൊക്കെയാണ്. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ചറ്റും എല്ലാം കീറി മുറിച്ചിട്ടേക്കുവാണ്. അതൊക്കെ എന്നെ അറിയാവുന്നവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ കയറി നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു 5 വര ഇങ്ങനെ കാണും. കാലും കയ്യും ഒക്കെ കയറി പൊറിച്ച് കിടക്കുവാണ്. അപ്പോൾ ഈ തോമസ് സെബാസ്റ്റ്യനിലേക്ക് ഞാൻ തിരിച്ചു വന്നാൽ, തോമസ് സെബാസ്റ്റ്യൻ എന്നോട് പറഞ്ഞു, സ്വാമി എന്നെ രക്ഷിക്കണം. ഞാൻ പറഞ്ഞു, എങ്ങനെ? സ്വാമിയുടെ പുസ്തകം ഞാൻ വായിച്ചു, എനിക്കൊരു ജീവിതം വേണ്ട, പക്ഷെ അങ്ങനെ ഒരു സ്ത്രീയുടെ ഒരു വിഷയം ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മുംബൈയിൽ ജോലിക്ക് പോകുന്ന കാലത്ത് ഇദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായപ്പോൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടായിരുന്ന കാലത്ത്, അങ്ങനെയാണല്ലോ വീടിൻ്റെ സ്ഥിതികളൊക്കെ താമസിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ, അവിടെ ഒരു മലയാളി അല്ലാത്ത സ്ത്രീ, തമിഴാണെന്ന് തോന്നുന്നു, അവർ മറ്റൊരു ആളോടൊപ്പം ജീവിക്കുമായിരുന്നു. അവരുടെ ഭർത്താവ് മരിച്ചിട്ട് അവർക്ക് മക്കളൊക്കെ ഉണ്ട്, അവൻ ജോലിക്കെങ്ങാണ്ട് പോകും. അങ്ങനെ ഇവരുടെ വിശപ്പ്, ഇവൻ്റെ ഒരു ഇഷ്ടം മനസ്സിലാക്കി വിശപ്പ് അവർ ഭക്ഷണം കൊടുത്തു. ഇവന് ഭക്ഷണം കൊടുത്ത് അവനുമായിട്ടൊരു മാനസിക അടുപ്പമുണ്ടായി ഈ സ്ത്രീയായിട്ട്, ഈ തമിഴ് സ്ത്രീയുമായിട്ട് മാനസിക അടുപ്പമുണ്ടായി. ജോലിക്ക് ഇവനിങ്ങനെ അവരെ ഭക്ഷണം കഴിക്കും, ജോലിക്ക് അന്വേഷിക്കും. ഇവരുടെ ഭർത്താവില്ല, മകൻ വല്ലപ്പോഴേ വരൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആരൊക്കെ ഇടയ്ക്ക് വന്നു പോകുമായിരുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് ചിന്തിച്ചില്ല അയാൾ. എന്തായാലും ഇദ്ദേഹം പതുക്കെ അവരുടെ അടുത്തേക്ക് താമസമായി, വേറെ ആരും വരാതായി. അപ്പോഴാണ് ഇയാൾ അറിയുന്ന മകനുമില്ല, ഭാര്യയുമില്ല. ഈ സ്ത്രീ അവരുടെ ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ വന്നു ചെയ്തതിന് ശേഷം തോമസ് സെബാസ്റ്റ്യൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഒരു നല്ല സ്ത്രീയായി ജീവിക്കണം തോന്നി. അവരുടെ എല്ലാ കസ്റ്റമറെയും ഒഴിവാക്കി. അങ്ങനെ സ്ഥിരം കസ്റ്റമറുള്ള സ്ത്രീയല്ല,
വല്ലപ്പോഴും ഒക്കെ അവരുടെ ജീവിത മാർഗത്തെ നിലനിർത്താനായിട്ട്. അങ്ങനെ അവരുടെ ഒരു ഇഷ്ടത്തോടു കൂടി ഇയാളെ ടൈപ്പ് റൈറ്റിംഗ്, പണ്ടത്തെ ഷോർട്ട് ഹാൻഡ് അതിൻ്റെ ഒക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ആ സ്ത്രീ ഇവനെ പഠിപ്പിച്ചു. ഇയാളെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അവരൊക്കെ വരുന്ന ആൾക്കാരിൽ നിന്ന് അവർ മാറി എന്തൊക്കെ ചെറിയ ബിസിനസ്സും പാല് കൊണ്ട് കൊടുക്കാനും അങ്ങനെയൊക്കെ അവിടുത്തെ ചില സാധനങ്ങളൊക്കെ ചെയ്ത് അവരും മാറി ഇയാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചു. ഇയാളുടെ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചു. വലിയ പ്രായവ്യത്യാസമുണ്ട്. എന്നിട്ട് ഇയാൾക്ക് ഒരു സ്ഥിതി വന്നപ്പോൾ ഇയാൾ അവിടെ ഏതോ ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ പിന്നെ ഇവരിൽ നിന്ന് മാറാനാണ് ഇയാൾ ശ്രമിച്ചത്. ഈ സ്ത്രീയിൽ നിന്ന് മാറാൻ അകലം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട് ഇയാളോട്, നീ ചിലപ്പോൾ എന്നെയോ അല്ലെങ്കിൽ നീ ഇപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു പെണ്ണിനെ 2 പെണ്ണിനെ കണ്ടു കാണുകയുള്ളൂ. പക്ഷെ ഞാൻ ഒരുപാട് ആണുങ്ങളെ കണ്ടിട്ടുള്ള ആളാണ്. ഒരുപാട് ആണുങ്ങളുടെ രക്തത്തിൻ്റെ ഊർജം അറിഞ്ഞിട്ടുള്ള ആളാണ്. വിയർപ്പിൻ്റെ ഗന്ധം അറിഞ്ഞിട്ടുള്ള ആളാണ്. ഒരു പുരുഷന്മാരെ ഒന്നിലധികം ഒരുപാട് പുരുഷന്മാരെ അറിഞ്ഞിട്ടുള്ള ആളാണ്. അവിടെ എനിക്ക് വന്നു ചേർന്ന ഒരു കസ്റ്റമറെ പോലെ ഞാൻ നിന്നെ കണ്ടിട്ടില്ല. എൻ്റെ ശരീരം ഞാൻ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിന് കൊടുക്കുന്ന പോലെ ഞാൻ 1000 പുരുഷന്മാർക്കൊപ്പം കിടന്നാലും എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പുരുഷൻ നീയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നിനക്ക് ഞാൻ ആർക്കും മനസ്സ് സമർപ്പിച്ചിട്ടില്ല. എൻ്റെ മനസ്സ് സമർപ്പിച്ചത് നിനക്കാണ്. പക്ഷേ നിൻ്റെ മനസ്സിൽ എനിക്കിനി ഇടമില്ല. കാരണം നിനക്കിപ്പോൾ സ്വന്തമായിട്ടൊരു ജോലിയുണ്ട്, സ്വന്തമായിട്ട് ചെറിയ നിനക്ക് വാഹനമുണ്ട്. നീ ഏതോ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അന്ന് മൊബൈലൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നിനക്ക് നിൻ്റെ വഴി സ്വീകരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നെ ഇനി ഓർക്കാതിരിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ തോമസ് സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ഇടുത്തി വീഴുന്ന പോലെയാണ്. കാരണം അപ്പോൾ ഇല്ല, എനിക്കങ്ങനെ വേറെ ബന്ധങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്രേ, ഒരു സ്ത്രീ തൊട്ട പുരുഷനെ എനിക്ക് മനസ്സിലാവും, പുരുഷനെ തൊട്ട സ്ത്രീയെയും എനിക്ക് മനസ്സിലാവും. നിൻ്റെ ശരീരത്തിൽ എവിടെയും എനിക്ക് തൊടാം, പക്ഷെ നിൻ്റെ മനസ്സ് തൊടാൻ, എൻ്റെ മനസ്സ് തൊടാൻ നിനക്കായില്ല. നിൻ്റെ മനസ്സിൽ എനിക്ക് സ്ഥാനമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് തോമസ് സെബാസ്റ്റ്യന് പിരിയാം, എവിടെ വേണമെങ്കിലും പോകാം, ഇനി കാണാതിരിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ഇത് നാടകമല്ല, സിനിമയല്ല, ഒരു ജീവിതം. അയാൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വിഷണ്ണനായിട്ടിരുന്നപ്പോൾ ഞാൻ ആ സ്ത്രീയുടെ രൂപമൊക്കെ പറഞ്ഞു കൊടുത്തു. തകർന്നു പോയി ആ മനുഷ്യൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ തോമസ് സെബാസ്റ്റ്യൻ ഉള്ള വിഷയം ഞാനിത് പറഞ്ഞുണർത്തിയല്ലോ. അവരെ അന്വേഷിക്കണം, എനിക്ക് അവരെ ഇനി വീണ്ടും കാണണം. അപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കൾക്ക് ഇങ്ങനെ വേറൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടായിരുന്നു? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഓഫീസിലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവളെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയായിരുന്നു. ഞാൻ അവളെ ചെറുതായിട്ട് സഹായിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവൾക്ക് എന്നോട് അടുപ്പമായി, ഇഷ്ടമായി. ഇപ്പം ഞാൻ ശാരീരിക ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. മുംബൈയിൽ ഒരു പ്രശ്നമില്ല, അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? ഇല്ല, കുറ്റബോധം തോന്നിയിട്ടില്ല. അതെന്താ തോന്നാത്തത്? നിങ്ങൾ അവരല്ലേ നോക്കിയത്? നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ലേ, കിടപ്പാടം തന്നില്ലേ, നിങ്ങളെ ചേർത്ത് പിടിച്ചില്ലേ? അവർ 1000 പേർക്ക് ശരീരം കൊടുത്തല്ല. അവർ മോശ സ്ത്രീയാണെങ്കിലും അവരുടെ മനസ്സ് നിങ്ങൾക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. ഒരു പുരുഷൻ്റെ മനസ്സ്, ഒരു സ്ത്രീയുടെ മനസ്സ്, ശരീരം കിട്ടും, പക്ഷെ ഒരു സ്ത്രീയുടെ മനസ്സ് കിട്ടാൻ പ്രയാസമാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒരു സ്ത്രീയുടെ മനസ്സെന്ന് പറയുന്ന സാധനമുണ്ട്, അവളുടെ ബോധം, അത് കിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരുമിച്ച് കിടക്കാം, ജീവിക്കാം. ഒരുമിച്ച് കിടന്നിട്ടും പരസ്പരം അറിയാതെ ജീവിക്കുന്ന എത്ര ദാമ്പത്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. ഒരു കെട്ടിൽ കിടക്കാത്ത ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഫ്രെയിം ചെയ്ത് രണ്ടിന് ചിരിച്ചുകൊണ്ടിരിക്കണതൊക്കെ ഉണ്ട്. ഒരു കട്ടിൽ കിടന്നുറങ്ങിയിട്ട് പരസ്പരം തൊടാത്തവരത്തിലുണ്ട്. ബന്ധത്തിനല്ല കാര്യം, പരസ്പരം ശ്വാസത്തിൻ്റെ ഗന്ധം പോലും അറിയും, ശ്വാസത്തിൻ്റെ സ്പർശം പോലും അറിയാത്തവരുണ്ട്. അത് തകർന്നുപോയി. അപ്പോൾ പുള്ളിയുടെ വിഷയം, അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ആകെ കൺഫ്യൂഷനായി. അപ്പോൾ താങ്കളൊരു വിവാഹം കഴിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം
ആ സ്ത്രീ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. കാരണം നിങ്ങളുടെ പിന്തുടരുന്ന ഒരു സ്ത്രീയുണ്ട്, അത് ഈ രൂപത്തിലുള്ള സ്ത്രീയാണ്. ഞാൻ പറഞ്ഞു അവരിങ്ങനെയുള്ള വസ്ത്രങ്ങൾ അവർ ഇടയ്ക്കിടയ്ക്ക് മുറുക്കുമായിരുന്നു. അവരുടെ നെറ്റിക്ക് ഇങ്ങനെ വ്യത്യാസം ഉണ്ടായിരുന്നു. തോമസ് സെബാസ്റ്റ്യൻ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. താങ്കളിത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം. ഞാൻ പറയുന്നത് താങ്കളുടെ പേര് ഞാൻ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യൻ നെയ്മാണെന്നേ ഉള്ളൂ. അപ്പോൾ താങ്കളെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം. താങ്കൾ എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എപ്പോഴായാലും എന്നെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയാണെങ്കിലും. അപ്പോൾ ഇതിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഈ തോമസ് സെബാസ്റ്റ്യനെ പിന്തുടരുന്ന ആ സ്ത്രീ അവർ മരിച്ചു എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞില്ല. ആ പ്രേതാത്മാവിൻ്റെ ശക്തി ഇയാളിലുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ അങ്ങോട്ട് പറയാം. ഈ നമ്മളെ നശിപ്പിക്കുന്ന എന്ത് വസ്തുവാണെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവനുള്ള ഒരു നായ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടമാണെങ്കിൽ പോലും എത്ര വർഷം കഴിഞ്ഞാലും അതിൻ്റെ ചില ലക്ഷണങ്ങൾ നമ്മളെ മരിക്കുന്നതിന് മുമ്പ് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം. അതൊരു വലിയ ഈ മരിച്ചവരില്ല എന്ന് പറയുന്നതും മരണശേഷം ജീവിതമില്ല എന്ന് പറയുന്നതും മരിച്ചാൽ ജഡാവസ്ഥയിൽ തീർന്നു എന്ന് പറഞ്ഞാലും ഇതിൻ്റെ എല്ലാം എന്താണോ ഈ ഭൂമിയിൽ ലയിച്ചു ചേരുന്നത് അതിൽ നേരുന്ന ധൂമം, ആ ധൂമത്തിനൊരു രൂപം ഉണ്ടാകും. ആ ധൂമം സഞ്ചരിക്കും. അത് നമ്മുടെ ശത്രുവിനെ വേട്ടയാടും. ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. എന്തായാലും ഒരു സത്യം ഞാൻ പറയാണ്, തോമസ് സെബാസ്റ്റ്യൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താങ്കൾ എന്നെ വിളിക്കണം. എന്നാലും ഒരു സത്യം കൂടെ ഞാൻ പറയട്ടെ, തോമസ് സെബാസ്റ്റ്യൻ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല. അതെന്താണെന്ന് എൻ്റെ DNA പ്രേക്ഷകരോട് ചോദിക്കും. കാരണം ആ സ്ത്രീ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. ആത്മഹത്യ ചെയ്തിട്ട് ഈ തോമസ് സെബാസ്റ്റ്യനെ പിന്തുടരുന്നുണ്ട്. അദ്ദേഹം എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന സ്ത്രീയാണ് ഞാൻ കാണുന്നത്. ഇത് പറയാതെ പോയാൽ ഇത് അബദ്ധമാകുമെന്ന് വിചാരിച്ചാൽ ഞാൻ പറയുന്നത്. ഒന്നുകിൽ തോമസ് സെബാസ്റ്റ്യൻ ആത്മഹത്യ ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപകട മരണത്തിൽ അദ്ദേഹം ഇല്ലാതായിരിക്കും. അതുകൊണ്ട് തീവ്രമായി സ്നേഹിക്കുന്നവർ വഞ്ചിക്കപ്പെട്ടാൽ അത് പ്രേതാത്മാവായി ഭൂമിയിൽ സഞ്ചരിക്കും. ഇതൊരു വലിയ പാഠമാണ്. കാരണം ഞാൻ വളരെ കാലമായിട്ട് എൻ്റെ മുമ്പിലുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഒന്നാണിത്. എൻ്റെ പുസ്തകത്തിലെ തോമസ് സെബാസ്റ്റ്യൻ്റെ ഈ കഥ, ഈ സംഭവം, ഈ അനുഭവം ഞാനിങ്ങനെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. പേര് വേറെയാണ്. എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.